സംസ്ഥാന സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം ആലപിച്ചതിനെതിരെ SFI സംസ്ഥാന സെക്രട്ടറി. സംഘപരിവാറിന്റെ ഗൂഢപദ്ധതി കോൺഗ്രസ് പൂർണ്ണമായും നടപ്പിലാക്കിയെന്നാണ് സഞ്ജീവിന്റെ വിമർശനം. സംഘപരിവാർ പദ്ധതിയെ എതിർക്കാനുള്ള രാഷ്ട്രീയ ബോധം കോൺഗ്രസിന് ഉണ്ട് എന്ന് ധരിക്കുന്നത് മണ്ടത്തരമാണ്. മതനിരപേക്ഷതയെ പണയപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നും സഞ്ജീവ് വിമർശിക്കുന്നു. ഗോപാൽ ശീലാസനൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഗോപാൽ, മന്ത്രി മുഹമ്മദ് റിയാസും ഈ വിഷയത്തിൽ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ദിവസം തന്നെ SFI നേരിട്ട് കോൺഗ്രസുമായി ഒരു രാഷ്ട്രീയ പോർമുഖം തുറക്കുകയാണല്ലേ? തീർച്ചയായിട്ടും ഷിഹാസ്, കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വന്ദേമാതരം സത്യപ്രതിജ്ഞ ചടങ്ങിൽ ആലപിച്ചത് വലിയ തരത്തിലേക്കുള്ള വിമർശനം, ആരോപണങ്ങൾക്കൊക്കെ ഈ ഘട്ടത്തിൽ കാരണമായിട്ടുണ്ട്. അതിൽ ഏറ്റവും പുതിയതായ ആരോപണം ഉന്നയിച്ചു വന്നിരിക്കുന്നത് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായ PS സഞ്ജീവാണ്. ഇത്തരത്തിൽ കോൺഗ്രസിന്റെ രൂക്ഷമായ ഭാഷയിലാണ് സഞ്ജീവ് വിമർശിച്ചിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കേണ്ടതായിരിക്കുന്നു. കാരണം വന്ദേമാതരം ആലപിച്ചുകൊണ്ട് ഒരു പൊതുചടങ്ങ് തുടങ്ങണമെന്ന് എവിടെയും നിയമപരമായോ അല്ലാതെയോ രേഖപ്പെടുത്തിയിട്ടില്ല. അതിൽ ഉചിതമായ തീരുമാനമെടുക്കേണ്ടത് ആ കോൺഗ്രസ് സർക്കാരാണ്. വേണമെങ്കിൽ ആലപിക്കാം, അല്ലെങ്കിൽ ആലപിക്കേണ്ടതില്ല. പക്ഷേ ഈ വിഷയത്തിൽ സംഘപരിവാറിന്റെ ഗൂഢപദ്ധതി, അതായത് നാനാമത ജാതി വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ പങ്കെടുക്കുന്ന ചടങ്ങിൽ സംഘപരിവാറിന്റെ ഗൂഢപദ്ധതിയെ നടപ്പിലാക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് എന്നതാണ് സഞ്ജീവ് ഈ വിഷയത്തിൽ ഉയർത്തുന്ന ഒരു ആരോപണം. മതനിരപേക്ഷ സർക്കാരിന് ഈ ഗാനം ഇല്ലാതെയും അധികാരത്തിൽ വരാം. ഇതിനെ നിശിതമായി എതിർക്കാം, വിമർശിക്കാം. പക്ഷേ ആ ഒരു സംഭവമല്ല ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ കണ്ടത്. പകരം സംഘപരിവാർ അജണ്ടയ്ക്കനുസരിച്ച് ആ ഒരു പദ്ധതി നടപ്പിലാക്കി കൊടുക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ആ സംഘപരിവാർ പ്രോജക്റ്റിനെ എതിർക്കാനുള്ള രാഷ്ട്രീയ ബോധം, അല്ലെങ്കിൽ ആ ബോധ്യം കോൺഗ്രസിന് ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നത്, ആ ഒരു തെറ്റിദ്ധാരണ വലിയ അപകടമാണ് എന്നും അതുകൊണ്ട് തന്നെ ഇതിനെ കൃത്യമായി ചെന്ന് ചോദ്യം ചെയ്ത് പോകണം എന്നതുമാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായുള്ള PS സഞ്ജീവ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ശരി, ഗോപാലാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിലും കടുത്ത രാഷ്ട്രീയ പോര് പരസ്പരം കാണേണ്ടി വരും. വലിയ ഏറ്റുമുട്ടലുകൾ രാഷ്ട്രീയമായി കാണേണ്ടി വരും എന്നുള്ള സൂചനയാണ് ആദ്യ ദിവസം തന്നെ ലഭിക്കുന്നത്.